നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ്, ഒരു കായുണ്ട്, 2 കോവയ്ക്ക, 2 പച്ചമുളക്, തക്കാളി, പിന്നെ 2 കത്രിക്ക. ഇത് നമ്മുടെ ഇവിടെ തന്നെ നട്ട് വളർത്തിയതാണേ. അതുപോലെ ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം. നമ്മൾ പച്ചക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. സാധാരണ നമ്മൾ വാളൻപുളി ചേർക്കാറുണ്ടല്ലോ, അതിന് പകരം നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. പുളി ഇവിടെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കുറച്ച് പരിപ്പും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ മുളകും മല്ലിയൊന്നും ചേർക്കുന്നില്ല. എരിവിന് ഒരിച്ചിരി പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ സാമ്പാർ പൊടി ചേർക്കാം. ഇതിപ്പോൾ വേവാൻ വയ്ക്കാമേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കാം. രണ്ട് വിസിൽ അത് കഴിയുമ്പോൾ എടുക്കാം. ഇതിപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് സാമ്പാർ പൊടി ചേർക്കാം. അതിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച സാമ്പാർ പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചായാലും മതി. അപ്പം ചില സാമ്പാർ പൊടിക്കകത്ത് കുറച്ച് കായം കൂടെ ചേർക്കേണ്ടി വരും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. വീട്ടിൽ പൊടിച്ചാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്മെല്ലൊക്കെ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം. ഇതിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന, നമ്മൾ സെയിൽ ചെയ്യുന്ന സാമ്പാർ പൊടിയാണ്. നക്ഷത്രയുടെ സാമ്പാർ പൗഡറാണ്. അത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എണ്ണ ഒഴിക്കാം. കടുക്, വറ്റൽ മുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നല്ല നെയ്യ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന നാടൻ നെയ്യാണ്. നല്ല ശുദ്ധമായ നെയ്യാണ്. ഇതും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി. ഇനി നമ്മൾ മില്ലറ്റ് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മില്ലറ്റ് ദോശയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും കൂടി കഴിക്കും.